സാധാരണ ഒ പി കാണുന്നൊരു 4 സിനാരിയോ പറയാം. അതായത് ഒരു 17 വയസ്സായ ഒരു പെൺകുട്ടി പീരിയഡ്സ് ആകുമ്പോഴത്തേക്കും ഭയങ്കര പെയിനാണ്, കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പല ആക്ടിവിറ്റീസ് മിസ്സാവുന്നുണ്ട്, അല്ലെങ്കിൽ എക്സാംസ് മിസ്സാവുന്നുണ്ട്. ഇത് ഒരു സിനാരിയോ. സെക്കൻഡ് പേഴ്സൺ ഒരു 24 വയസ്സായ ആൾ. ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമേ ആവുന്നുള്ളൂ. ഇപ്പോൾ ഒരു 6 months പീരിയഡിലേക്ക് പുള്ളിക്കാരി പ്രഗ്നൻസി നോക്കുന്നില്ല. അപ്പോൾ പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു വരുന്നു. മൂന്നാമത്തെ സിനാരിയോ ഒരു 29 വയസ്സായ ഒരു സ്ത്രീ പോളിസിസ്റ്റിക് ഓവറി ആണ് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഡയഗ്നോസിസ് പീരിയഡ്സ് 2-3 മാസം കൂടിയേ വരുന്നുള്ളൂ, വളരെ ഇറഗുലറാണ്, മുഖത്ത് രോമ വളർച്ച, മുഖക്കുരു, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഹോർമോൺ ഫ്ലക്ച്വേഷൻ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ സിനാരിയോ. ഇനി നാലാമത്തെ വ്യക്തി 40 വയസ്സായ ഒരു സ്ത്രീ. പുള്ളിക്കാരിക്ക് ബ്ലീഡിംഗ് ആണ് ബുദ്ധിമുട്ട്. പീരീഡ് വന്നു കഴിഞ്ഞാൽ 7-8 ദിവസം ബ്ലീഡിംഗ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 പാഡൊക്കെ ഒരു ദിവസം മാറ്റണം. ബ്ലീഡിംഗ് കാരണം അനീമിക് ആവുന്ന അവസ്ഥ. ഈ 4 പേർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവർക്കൊക്കെ സ്കാനിലോ അല്ലെങ്കിൽ ബ്ലഡിലോ ഒന്നും വേറെ വലിയ അസുഖങ്ങൾ, മുഴ, സിസ്റ്റ് പോലെയൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മരുന്നുകൊണ്ട് കുറേയൊക്കെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇതാണ് കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ COCs എന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയില്ലായിരിക്കും. പക്ഷേ 21 ദിവസം കഴിക്കുന്ന ചെറിയ ഗുളിക എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ പേർക്ക് മനസ്സിലാവുക. അതായത് പീരിയഡിൻ്റെ തുടക്കം തൊട്ട് തുടങ്ങിയിട്ട് 3 weeks കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ടാബ്ലറ്റ്സ്. അപ്പോൾ ഈ മരുന്നുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഒ പിയിൽ കാണുന്ന ഒരുപാട് ഗൈനക് കംപ്ലയിൻസിന് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് പീരിയഡ് ഇറഗുലാരിറ്റി ആവാം, ബ്ലീഡിങ് കൂടുതലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ വേദന കൂടുതലുള്ള കുട്ടികൾ, ഇവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല PCO, എൻഡോമെട്രിയോസിസ് പോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്കും ഒരു പരിധിവരെയൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള, ഇത്രയും യൂസുകളുള്ളൊരു മരുന്നാണ് ഈ കമ്പൈൻഡ് OC പിൽസ്. ഈ കമ്പൈൻഡ് OC പിൽ എന്ന് തന്നെ പറയാൻ കാര്യം, അതിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും രണ്ടും ഫീമെയിൽ ഹോർമോൺസാണ്. ഈ 2 ഹോർമോണും അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. പക്ഷേ പൊതുവേ ഈ ഗുളികകൾ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആൾക്കാർക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. ഇതൊക്കെ ഹോർമോൺ ടാബ്ലറ്റ്സ് അല്ലേ, ഇതൊക്കെ സേഫാണോ എടുക്കാം, ഇതിനൊക്കെ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഇല്ലേ എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എഫക്റ്റ് ഉള്ള എല്ലാ മരുന്നിനും സൈഡ് ഇഫക്റ്റും ഉണ്ട്. അപ്പം മൈനറായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണുക. അതായത് എടുത്തു തുടങ്ങുന്ന ആദ്യത്തെ 1-2 മാസമൊക്കെ ചെറിയ ഛർദ്ദിക്കാൻ വരുന്ന പോലെ, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, വയറുപെരുക്കം, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചിലർക്ക് ബ്രസ്റ്റിൽ ചെറിയ പെയിൻസ് വന്നും പോയും ഒക്കെ ഇരിക്കാം. ഇതൊക്കെ സാധാരണ 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ശരിയാവും. പിന്നെ കുറേ നാൾ അടുപ്പിച്ചെടുക്കുന്നവർക്ക് 1-2 കിലോ വെയിറ്റ് കൂടിയതുപോലെയും തോന്നാം. ഇതാണ് കോമൺ ആയിട്ട് കാണുന്നത്. മേജർ സൈഡ് ഇഫക്ട്സ് വളരെ വിരളം സ്ത്രീകളിൽ മാത്രം കാണുന്നതാണ്. പൊതുവെ അതിന് സാധ്യതയുള്ള സ്ത്രീകൾക്ക് ഈ ഗുളിക കൊടുക്കാറുമില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ബോഡിയിൽ രക്തത്തിൽ ക്ലോട്ട് കെട്ടുന്ന ത്രോംബോ എംബോളിസം വരുന്ന ഹിസ്റ്ററി, അല്ലെങ്കിൽ അതിന് ടെൻഡൻസി ഉള്ള സ്ത്രീകൾക്ക്, പിന്നെ മൈഗ്രെയിൻ സിവിയറായിട്ട് വരുന്ന സ്ത്രീകൾക്ക്, ലിവർ ഡിസീസ് ഉള്ള ആളുകൾക്ക്, അതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഹിസ്റ്ററി സ്വന്തം ഫാമിലിയിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തന്നെ മുൻപ് ബ്രസ്റ്റിൽ മുഴ വന്നിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ COC പിൽസ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ മരുന്ന് എടുക്കാവൂ. മാത്രമല്ല, ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈക്കിളിനൊക്കെ സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇത് പിന്നെയും മേടിച്ച് കഴിക്കുകയല്ല വേണ്ടത്. ഒരു സൈക്കിൾ നമ്മൾ എടുത്ത് പീരീഡ് ആയി കഴിഞ്ഞാൽ ഡോക്ടറിനെ പോയി കാണേണ്ടതാണ്. കാരണം നമുക്കതുകൊണ്ടുള്ള എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കത് കഴിച്ചതുകൊണ്ട് ഗുണം ഉണ്ടായോ എന്നൊക്കെ അസസ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സൈക്കിളിലേക്ക് ഡോക്ടർ അത് എഴുതി തരിക. യൂഷ്വലി 3-4 മാസം തൊട്ട് 6 മാസം വരെയൊക്കെയാണ് അറ്റ് എ ടൈം ഇത് കൊടുക്കുക. അപ്പോൾ പ്രോപ്പർ നിർദ്ദേശത്തോടെയാണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ടുള്ള മരുന്നാണ്. വെറുതെ പോയി മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാതിരിക്കുക.